ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബീട്രൂട്ട് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ഈ ഒരു സൈസുള്ള ബീട്രൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ മുന്നേ ഒരു ബീട്രൂട്ട് ക്രീം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് തന്നെയാണ്. പക്ഷേ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ആ ഒരു ക്രീം തീർന്നതിന് ശേഷം ഉണ്ടാക്കുന്ന സമയത്ത് വീണ്ടും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇടുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള ബീട്രൂട്ട് നമുക്ക് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതാണ്. ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. ബീട്രൂട്ടിൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെ അതങ്ങ് അടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത് നല്ല പേസ്റ്റായി അടിച്ചു കൊണ്ടുവരുത്ത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പേസ്റ്റായി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നീര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിലുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊന്നും വീണു പോകാൻ പാടില്ല. അപ്പോൾ ഓരോരുത്തർക്കുള്ള സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇത് ക്രീം ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നല്ല ക്രീമായിട്ട് കിട്ടുന്നില്ല, അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ കളറ് കുറച്ചൊന്നും ചേഞ്ച് ആകുന്നില്ലേ, അതങ്ങനെ ചേഞ്ച് ആവുന്നില്ല, അതുപോലെ തന്നെ ഈ ഒരു ബീട്രൂട്ടിന് കറ ഉണ്ടാവില്ല, അത് നമ്മുടെ മുഖത്ത് തേച്ചാൽ മുഖം ചുവപ്പ് കളറല്ലേ ഉണ്ടാവുക, അപ്പോൾ ഇത് കുറേ കാലം പുറത്ത് വെക്കാൻ പറ്റുമോ, ഫ്രിഡ്ജിൽ വെക്കാണ്ടിരിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു മറുപടിയും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ ബീട്രൂട്ട് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് ഷുവറാണ്. എന്തായാലും ഒരു നല്ല കളർ വരും. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണ് പിന്നെ അലോവേര ജെല്ല്, 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലുണ്ട്. അതായത് 1 ടേബിൾ സ്പൂണാണ് നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് കിട്ടുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കിട്ടുന്നതിൻ്റെ ബീട്രൂട്ട് ജ്യൂസ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഡബിൾ അലോവേര ജെല്ല് യൂസ് ചെയ്യുക. അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഓയിലാണ്. ഒരു ഓയിൽ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മുഖത്തിന് ഓരോ സ്കിൻ ടൈപ്പിനും സൂട്ടാകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിലായിരിക്കും. ഈ ഡ്രൈ സ്കിന്നുകാർക്കല്ലോ കോക്കനട്ട് ഓയിൽ സൂട്ടാവും, പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് അത് സൂട്ടാവില്ല. അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും ആൽമണ്ട് ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടോ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടോ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഈ കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിലിൽ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 3 സാധനവും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി എന്തെന്നാന്ന് വെച്ചാൽ, ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അലോവേര ജെല്ലിൻ്റെ അളവ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കട്ടിയും കൂടി വരും കേട്ടോ. ഇതങ്ങനെ ഒരുപാട് കട്ടിക്ക് നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ക്രീം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫെയർ ലവ്ലി ക്രീം അല്ലാന്നാണെങ്കിൽ ഒരു ഡോവിൻ്റെ ക്രീമിലാണെങ്കിൽ ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും ഒരിക്കലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ക്രീമിന് കിട്ടൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ വിറ്റാമിൻ ഇ ഓയിലിൻ്റെ ആ ഒരു ക്യാപ്സ്യൂൾ വേണം പൊട്ടിച്ചിടുന്നതെല്ലാം വളരെ നല്ലതാണ്. അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇടാം. പിന്നെ വേറൊരു സംശയമാണ്, വീട്ടിലുള്ള അലോവേര ജെൽ യൂസ് ചെയ്യാമോ? വീട്ടിലുള്ള അലോവേര ജെൽ യൂസ് ചെയ്യാം, പക്ഷേ നിങ്ങളതൊരിക്കലും പുറത്ത് വെച്ചിട്ട് ഉപയോഗിച്ചാൽ അത് പെട്ടെന്ന് കേടായി പോകും. വീട്ടിലുള്ള അലോവേര ജെല്ലിൻ്റെ ഒരു അതാണ്, അത് പെട്ടെന്ന് കേടായി പോകും. പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമ്മളത് പുറത്ത് വെച്ചാലും അതങ്ങനെ കേടായി പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ മിക്സിങ്ങിൽ ഒരു നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണോ. 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താലൊന്നും ഇത് ശരിക്കും അങ്ങോട്ടേക്ക് മിക്സ് ആവില്ല. ഒരു 5 മിനിറ്റ്, ഒരു 5-6 മിനിറ്റ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് കുറച്ച് കട്ടിയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ സാധാരണ നമ്മളെ പാത്രം കഴുകുന്ന ആ ലിക്വിഡെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഒരു കൺസിസ്റ്റൻസി മാത്രമേ ഉണ്ടാവും. നമ്മൾ ഹാൻഡ് വാഷെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടും അതേപോലെ അലോവേര ജെല്ല് എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കട്ടി കുറച്ച് കൂടും. എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ക്രീമിൻ്റെ പോലെയുള്ള ക്രീം പോലെയൊന്നും ആവില്ല. പിന്നെ ഈ ഒരു ബീട്രൂട്ട് ക്രീം ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ബീട്രൂട്ട് മോയ്സ്ചറൈസിങ് ക്രീമാണിത്. ഇത് നമ്മൾ രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. രാത്രി യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വെയിലത്തൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ടിട്ട് പോകുന്നത് നല്ലതല്ല. അപ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് ഈവനിങ് ടൈമിൽ എന്ത് ഫേസ് പാക്ക് ആയിക്കോട്ടെ, എന്ത് ക്രീം ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ എന്തെങ്കിലും ഇടുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു സംശയമാണ്, ഇതിൻ്റെ കളർ മുഖത്ത് വരുമോ? അതിപ്പോൾ ബീട്രൂട്ടിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു കളർ എന്തായാലും മുഖത്തേക്ക് വരും. അതൊരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു പിങ്കിഷ് ഗ്ലോ എന്നെല്ലാം പറയില്ല, അങ്ങനെയാണ്, ഒരു നല്ലൊരു കളറാണ് ഉണ്ടാകുക. അതൊരു കറ പോലെ മുഖത്ത് നിൽക്കുമെന്നില്ല, കാരണം ഇതിൽ നമ്മൾ ഓയിലും മറ്റേ നമ്മുടെ ഈ അലോവേര ജെല്ലെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്ലോ ആണ് നമുക്ക് ഉണ്ടാകുക. ഇത് 1 മാസം നിങ്ങൾ കണ്ടിന്യൂസ് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക്
നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്കിൻ ടൈപ്പുകാർക്ക് ഓരോരോ ക്രീമായിരിക്കും സൂട്ടാകുക. അപ്പോൾ എല്ലാവർക്കും ഇത് 100% എഫക്റ്റീവ് ആയിരിക്കും എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഉണങ്ങിയ ഒരു കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ ഒഴിച്ച് വെക്കേണ്ടത്. കഴിയുന്നതും ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ ഒഴിച്ച് വെക്കുകയാണ് നിങ്ങൾക്ക് പുറത്ത് തന്നെ 5 ദിവസമല്ലേ ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കാണ്ട്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ ഇല്ലാത്തവർക്ക് അതാണ് നല്ലത്. ഗ്ലാസ് ബോട്ടിൽ ഒരു 5 ദിവസത്തേക്കുള്ള മാത്രം ഉണ്ടാക്കി വെക്കൽ. അല്ലാത്തവർക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. തേക്കുന്നേരം നമുക്കൊരു നല്ലൊരു തണുപ്പുണ്ടാവും. ഇതേപോലെ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 15 ദിവസം വരെ ഈ ഒരു സാധനം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയണമെന്നുള്ള ഡൗട്ട് ഉണ്ട്. കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. ഇത് ഇതേപോലെ ഒന്ന് മസാജ്, സാധാരണ നമ്മൾ ക്രീം ഇട്ടിട്ട് എങ്ങനെയാണ് മസാജ് ചെയ്യുക മുഖത്ത്, അതേപോലെ മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. രാവിലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കഴുകിയാലും മതി. വളരെ നല്ല റിസൾട്ടായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.